അങ്ങനെ ഒരു വാർഡായി വന്നിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നമ്മുടെ എല്ലാ വാർഡ് കമ്മിറ്റിയും രൂപീകരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് വോട്ടുകൾ ചേർക്കാറുണ്ട്. ആ വോട്ടെല്ലാം ചേർത്ത് പുതിയ കമ്മിറ്റിയെല്ലാം നികത്താറുണ്ട്. റാഷിദ് നേരത്തെ പറഞ്ഞു നികത്താറുണ്ട്. 2 വൈസ് പ്രസിഡന്റുമാർ, ഒരു സെക്രട്ടറി, അതുപോലെ ട്രഷറർ. ആ കമ്മിറ്റിയിലെല്ലാം പുതുതായി അവരെല്ലാം എടുത്ത് ചേർത്തിട്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് നമ്മുടെ ഈ വാർഡിനെ രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ KV സെരീഫുണ്ട്, അതുപോലെ മൻസൂറുണ്ട്, വരുന്നുണ്ട്. അവരൊക്കെ തങ്ങളുടെ പണി രോഗം കഴിഞ്ഞുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് അവർ അത് നിശ്ചയിക്കുന്ന പറയാനാകുക. നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൽ നമ്മളിവിടെ ഇരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് ആവേശം നൽകാനും ഊർജം നൽകാനും വേണ്ടിയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ സംസ്ഥാനത്താകമാനം, ജില്ലയിലാകമാനം, നമ്മുടെ പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിലും ഇങ്ങനെ കൺവെൻഷനുകളും പുതിയ കമ്മിറ്റികളും വന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ് മുസ്ലിം ലീഗിന്റെ കരുത്തനായ പ്രസിഡന്റ് ബി അബൂബക്കർ സാഹിബ്, മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി KV മുമ്പോനി, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി മൻസൂർ മല്ലത്ത് അടക്കമുള്ള മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും വശ അനുബന്ധ സംഘടനാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ മെമ്പർമാരെ, നാട്ടിലെ ഇത് മതി. നിങ്ങൾ ഇത്ര ആൾക്കാർ ഒരുങ്ങിയെങ്കിൽ തന്നെ ഇത് വമ്പിച്ച വിജയമാവുമെന്ന് യാതൊരു സംശയമില്ല. ഇത്ര ചെറുപ്പക്കാര് ഒരു മനസ്സോട് കൂടി നിങ്ങളെല്ലാവരും ഒരുങ്ങിയായിരുന്നു. വാർഡ് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ഒരുങ്ങിയെങ്കിൽ നമുക്കിവിടെ നിഷ്പ്രയാസം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി കഴിയും. നമുക്ക് മുമ്പിൽ വലിയൊരു പോരാട്ടത്തിന്റെ നാളുകൾ കടന്നു വരാൻ വേണ്ടി പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷനാണ്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ വോട്ടുകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കാനുള്ള സംഘടനാ സംവിധാനത്തിലേക്ക് പാർട്ടിയെ ഘടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാർട്ടി ലീഗ് സഭയും അതുപോലെ കർമ്മസഭയും നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഇവിടെ ആദ്യം തന്നെ ഈ കോയിച്ചെടിയുമായിട്ട് ഇങ്ങനെയുള്ളൊരു യോഗം നമുക്ക് ഇത്ര നല്ല അനുകൂലമായി തന്നെ ഇവിടെ കൊണ്ടാടാൻ ഇവിടെ കഴിയാൻ സാധിച്ചു. അതിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇവിടെ ഒഴിവുന്ന വാർഡ് കമ്മിറ്റികൾ ഒഴിവ് നിർത്താൻ സാധിച്ചു. അതുപോലുള്ള പഞ്ചായത്തിൻ്റെയും മണ്ഡലം എല്ലാ നേതാക്കന്മാരും ഇവിടെ ഒന്നിച്ചു കൂടിയത് എന്ന് പറയുന്നതോടെ കേവിട്ട പറഞ്ഞ കാര്യം, അതുപോലെ നമ്മളെ പ്രസിഡന്റ് പറഞ്ഞ അബൂബക്കർ പറഞ്ഞ ആ ഒരു കാര്യമല്ല നമ്മൾ നോക്കേണ്ടത്, ചിന്തിക്കുന്നത്. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ നമ്മൾ തോളോട് തോൾ പിടിച്ചിട്ട് ഞങ്ങളൊക്കെ നടന്ന ആൾക്കാർ മുസ്ലിം ലീഗിന്റെയും പഞ്ചാബ് ലീഗിന്റെയും സഹപ്രവർത്തകർ, മുസ്ലിം യൂത്ത് ലീഗിന്റെ മൂലടക്കം ശാഖ കമ്മിറ്റിയെ പ്രഖ്യാപിക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഇതിൽ അർത്ഥമായിട്ടുള്ളത്. അനീതിയുടെ കാലത്ത് യുവതയുടെ തിരക്ക് എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെ ഭംഗിയായിട്ട് തന്നെ പൊതുമാ നിയോജക മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ മൊഴിയാർ പഞ്ചായത്തിലും